ഹലോ ഗൈസ്, അങ്ങനെ നീണ്ട നാളുകൾക്ക് ശേഷം നമ്മൾ വീണ്ടും കണ്ടുമുട്ടിയിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു ലാസ്റ്റ് വീഡിയോ ഇട്ടിട്ട് തന്നെ 1.5 മാസം 2 മാസം ആയെന്നോ തോന്നുന്നു. ഓക്കെ. സോ ലാസ്റ്റ് ഇട്ട വീഡിയോയ്ക്ക് നല്ല റെസ്പോൺസ് ആയിരുന്നു. അതായത് ഇപ്പോൾ ഒരു 47 സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഒരു ചാനലിന് കിട്ടേണ്ട രീതിയിലുള്ളൊരു റീച്ച് തന്നെയാണ് ആ വീഡിയോക്ക് കിട്ടിയത്. ഏകദേശം 300 സംതിങ് വ്യൂസ് ഉണ്ടായിരുന്നു. താങ്ക് യു സോ മച്ച്. എന്ത് പറ്റിയെന്ന് ചോദിച്ചാൽ ഗൈസ് ഒന്നും പറയണ്ട. ആ വീഡിയോ ഞാൻ ഏകദേശം ഒരു 3-4 ദിവസം നന്നായിട്ട് സ്ട്രെയിൻ എടുത്താണ് ആ വീഡിയോ എഡിറ്റ് ചെയ്ത് ഞാൻ അപ്ലോഡ് ആക്കിയത്. ആ വീഡിയോ അപ്ലോഡ് ചെയ്ത് ഒരു 2 ദിവസം കഴിഞ്ഞപ്പോൾ കൊണ്ട് എനിക്ക് കണ്ണ് ചെറുതായിട്ട് സീനായി. അതായത് ചെങ്കണ്ണ് പോലെയൊക്കെ ആയി. പക്ഷേ അത് ആക്ച്വലി ചെങ്കണ്ണല്ലായിരുന്നു. അങ്ങനെ അത് നന്നായിട്ട് പണി കിട്ടി. എനിക്ക് കണ്ണ് തുറക്കാനും പറ്റുന്നില്ല. സോ അതിൻ്റെയൊക്കെ റെസ്റ്റിലായിരുന്നു ഗൈസ്. ഇപ്പോഴും മരുന്ന് ഒഴിച്ചുകൊണ്ടിരിക്കുന്നു. ഓക്കെ ആയിട്ടില്ല. ക്യാമറ എടുത്തതിന് ശേഷം മൊത്തത്തിൽ സത്യം പറഞ്ഞാൽ വല്ലാത്തൊരു ഡാർക്ക് അവസ്ഥയായിരുന്നു എൻ്റെ. ക്യാമറ എടുക്കുന്നതിന് മുന്നേ എന്നൊക്കെ വെച്ചാൽ ഒരു മാസത്തിൽ 2 പ്രാവശ്യമെങ്കിലും എവിടെയെങ്കിലുമൊക്കെ കറങ്ങാൻ പോകുന്നതാണ് വീക്കെൻഡ്സിൽ. ഇത് അതും ഇല്ലാതായി മൊത്തത്തിൽ ഡാർക്കായിട്ടുള്ളൊരു അവസ്ഥയായിരുന്നു എൻ്റെത്. സോ ആക്ച്വലി അത് അന്ന് ചെങ്കണ്ണെന്ന് കരുതിയാണ് എൻ്റെ ഓഡിയൻസിനെ അത് അറിയിക്കണം എന്നുള്ള രീതിക്കാണ് ഞാൻ അന്നൊരു ഷോർട്സ് എഡിറ്റ് ചെയ്ത് ഞാൻ ഇട്ടത്. സോ ആ വീഡിയോയും കൂടെ എഡിറ്റ് ചെയ്ത് രാത്രി ആയപ്പോൾ അതിൻ്റെയും കൂടെ നന്നായിട്ട് പണി കിട്ടി. അങ്ങനെ എനിക്ക് മൊത്തത്തിൽ സീനായിപ്പോയി. എൻ്റെ സബ്സ്ക്രൈബേഴ്സിനെ അറിയിക്കണമല്ലോ. അവർ നോക്കുമ്പോൾ ചാനൽ ഡെഡായിട്ട് കിടക്കുകയാണല്ലോ കുറേ മാസമായിട്ട്, ഒരു അറിയിപ്പില്ല. ആദ്യത്തെ ഒരു ആവേശം എന്നുള്ള രീതിയിൽ ആൾക്കാർ കരുതും നമ്മൾ 2 വീഡിയോ ഇട്ട് പിന്നെ കാണാനില്ല. അതാണ് പറ്റിയത്. ഇനി എന്താണ് മുന്നോട്ടെന്ന് ചോദിച്ചാൽ കുറച്ച് ഫണ്ട് സെറ്റായിട്ട് എങ്ങനെയെങ്കിലും കുറച്ച് സ്പോട്ട് റൈഡ് പോകണമെന്നുണ്ട്. ആക്ച്വലി ഈ ഓണത്തിന് ഒരു റോസ്മല ട്രിപ്പ് പ്ലാൻ ചെയ്തതാണ്. പിന്നെ ഈ വണ്ടി കൊണ്ട് റോസ്മല പോകുന്നത് അത്ര സീനില്ല, കാരണം സർവീസ് ചെയ്തിട്ടില്ല. സർവീസ് ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ കുറച്ച് പണികളുണ്ട് ഗൈസ്. ഈ എൻജിൻ ഓയിൽ അതേപോലെ കുറച്ച് പണികളുണ്ട്. അതുകൊണ്ട് എനിക്ക് ഈ വണ്ടിയിൽ റിസ്ക് എടുക്കാൻ പറ്റത്തില്ല. ഞാൻ ഇന്ന് പുറത്തോട്ട് ഇറങ്ങിയത് കൊണ്ട് നിങ്ങളോട് ഈ ഒരു കാര്യം പറയാമെന്ന് കരുതി. ഞാൻ റൈഡ് പോകാം, വലുതായിട്ട് സെറ്റാക്കാമെന്നൊക്കെ പറഞ്ഞാണ് എൻ്റെ ഒരു മെയിൻ ഗെയിമിങ് ചാനൽ, ഒരു 55,000 സബ് വരുന്ന ചാനൽ സെയിൽ ചെയ്തിട്ട് ഞാൻ ഈ ക്യാമറയൊക്കെ എടുത്ത് സെറ്റാക്കാമെന്ന് വിചാരിച്ചപ്പോൾ മൊത്തത്തിൽ എന്താ പറയുക, ഡാർക്കായിട്ടുള്ളൊരവസ്ഥയായിട്ട് വേണ്ടത്. അതുപോലെ തന്നെ ഈ വണ്ടി ആക്ച്വലി എൻ്റെ വണ്ടിയല്ല. നീ ഇവിടുന്ന് ഈ വണ്ടി കൊണ്ടുപോകാന്ന് വിചാരിച്ചോ? പാണ്ടിക്കരിമ്പാറ മോനെ. ഇത് ആക്ച്വലി എൻ്റെ വണ്ടിയല്ല, ഇത് എൻ്റെ അച്ഛൻ്റെ വണ്ടിയാണ്. അപ്പോൾ ഒന്നാമത് ഞാൻ ജോലിയൊന്നും ഇല്ലാതെ വീട്ടിൽ ഇരിക്കുന്നതുകൊണ്ട് അറിയാമല്ലോ, എല്ലാത്തിനും അതിൻ്റെതായിട്ടുള്ള പരിമിതികളുണ്ട്. സത്യം പറഞ്ഞ ശോകമാണ് ഗൈസ്. എന്തൊക്കെ നമ്മൾ ആത്മാർത്ഥമായിട്ട് ചെയ്തിട്ട് ഒന്നും പച്ച പിടിക്കുന്നില്ലെന്ന് പറയുമ്പോൾ ഉള്ളൊരവസ്ഥ ഉണ്ടാക്കാം. സത്യം പറയാൻ എന്താ ലൈഫൊക്കെ എങ്ങോട്ട് പോകണമെന്ന് ഒരു പിടുത്തമില്ല സത്യം പറയാൻ. എൻ്റെ അലോയ്സ് ആണെങ്കിൽ ഷോകമായതുകൊണ്ട്, അലോയ്സ് അല്ല മീൻസ് സസ്പെൻഷൻ ഷോകമായതുകൊണ്ടാണ് ഞാൻ വലിയ തിത്തത്തെ കളിക്കാത്തത്. എനിക്ക് റോസ്മല ആയപ്പോൾ തന്നെ മതിയായി. സോ ഇന്നത്തെ വ്ളോഗ് ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഗൈസ്. ഇന്നത്തെ വ്ളോഗ് ഞാൻ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്കൊരു സ്റ്റേറ്റ്മെൻറ്റ് തരണമല്ലോ എന്താണ് എനിക്ക് പറ്റിയതെന്ന്. സോ ഇനി അടുത്ത വല്ല റൈഡ് പോവുകയാണെങ്കിൽ അതിൻ്റെ വീഡിയോസ് എല്ലാം അപ്ലോഡ് ചെയ്യാം ഗൈസ്. അപ്പം ടാറ്റ, ബൈ ബൈ, സീ യു ഇൻ ദ നെക്സ്റ്റ് വ്ളോഗ്. ബൈ ബൈ.